ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നുള്ള ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല, കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. പിന്നെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, അതായത് ഹെഡ്ലൈറ്റ് വരുന്ന ആ കവർ, ഹാൻഡിൽ കവർ വൈസർ എന്ന് പറയും, അത് മുറുക്കുക, അതായത് ലൂസായി കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ഓൾറൗണ്ട് ഗാർഡ് അതെന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ഫ്രണ്ടിലത്തെ തന്നെ കമ്പി, അതും ഈ പറഞ്ഞ രീതിയിൽ കൂടെ ലൂസായി കിടക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ വെട്ടി തേക്കണ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിൽ കയറ്റി സെൽഫിൻ്റെ ഭാഗം ഫുൾ ഡെഡായ ഒരവസ്ഥയിലാണ്. നമുക്ക് കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്ലഗ് പോയതാണ്. പ്ലഗിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് പോയിൻ്റ് കത്തി തീർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ, ഫുള്ളായിട്ട് പോയി. അപ്പോൾ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആവാന്ന് പറഞ്ഞാലും നമുക്ക് ഈ കംപ്രഷൻ ലീക്ക് ആയതുകൊണ്ട്, അതായത് ഹെഡിനകത്ത് നല്ല രീതിയിൽ കരിയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രഷൻ ലീക്കായി പോവാം. അതായത് നമ്മളിപ്പോൾ കിക്കർ അടിച്ചാലും നമുക്കൊരു ബലമില്ലാത്ത രീതിയിലേക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് താന്നു പോകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓയിലൊക്കെ കൊടുത്തിട്ടാണ്, ഓയിലടിച്ച് കംപ്രഷൻ ആക്കി എടുത്തിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കിയത്. അപ്പം നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വണ്ടിക്കുണ്ട്, അതായത് കംപ്രഷൻ ലീക്കായി പോണ കംപ്ലയിൻറ്റ് വണ്ടിക്കുണ്ട്. ഈ പ്ലഗ് മാറ്റിയിട്ട് പ്ലഗ് പോയ കംപ്ലയിൻറ്റും കൊണ്ടാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നിരുന്നത്. ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീണ്ടും റിപ്പീറ്റ് നമുക്ക് ഈ പറഞ്ഞ കംപ്രഷൻ ലീക്ക് വന്നാൽ ഉറപ്പായിട്ടും വണ്ടി വീണ്ടും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാം. നമ്മൾ സെൽഫ് അടിച്ചാലും വെറുതെ ഫ്രീ ആയിട്ട് ഇടുന്ന് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ കിക്കർ അടിച്ചാലും ഒട്ടും ബലമില്ലാത്തൊരവസ്ഥയിൽ വണ്ടി എഞ്ചിൻ്റെ ഭാഗം കാണിക്കും. കംപ്രഷൻ ലീക്ക് ആകുമ്പോൾ തന്നെ പ്രോബ്ലമാണത്. അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് നോക്കിയിട്ട് എന്താണോ അതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യണം. ചിലപ്പോൾ വാൽവിനകത്ത് കരി കയറിയിട്ട് വന്നേക്കുന്ന പ്രശ്നമാവാം. അതല്ലെങ്കിൽ കംപ്രഷൻ റിങ്സ് ചിലപ്പോൾ ലീക്കേജ് കാണിക്കാം. വാൽവ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ രീതിയിലെല്ലാം അലൈൻമെൻറ്റ് മാറി ബെൻഡായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടെങ്കിലും ഈ പ്രോബ്ലം തന്നെയാണ് കാണിക്കുക. വാൽവ് ബെൻഡായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഐഡലിങ് സ്ലോ സ്പീഡിൽ നിൽക്കില്ല. പക്ഷേ ഇത് സ്ലോ സ്പീഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ തന്നെയാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. പരമാവധി ഉപയോഗിക്കുക. മാസ്റ്റർ എഡ്ജാണ്, ഹെഡൊക്കെ ഒരു രക്ഷയില്ല, ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്ത് വീണ്ടും ഓരോ കംപ്ലയിൻസുകൾ കൊണ്ടുകൊണ്ടിരിക്കും. അത് മാസ്റ്റർ എഡ്ജ് ഡ്യുവറ്റ് മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പ്രോബ്ലം നമ്മൾ ഈ പ്ലഗ് മാറ്റിയിട്ടിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഈ എൻജിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓയിൽ നമുക്ക് ഈ സ്റ്റിക്കിനകത്ത് കാണുന്ന രീതിയിലില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിങ്ങനെ വണ്ടി ചരിച്ചിട്ട് നോക്കുമ്പോഴാണ് ഓയിൽ സ്റ്റിക്കിൽ കിട്ടുന്നത്. അതും നല്ല രീതിയിൽ അളവ് നല്ല രീതിയിൽ മോശമായ ഒരു അവസ്ഥയിൽ കറുത്ത ഇതിനകത്ത് കിടക്കണം. അപ്പോൾ അതിനകത്തേക്ക് പുതിയ ഓയിൽ ലെവൽ ഒഴിക്കണേലും നല്ലത് എൻജിൻ ഓയിൽ മാറ്റണതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു ബാറ്ററി നമ്മൾ വെച്ചിട്ട് സെൽഫ് എടുക്കാൻ നോക്കി, അതായത് ഇതും ഇരിക്കുന്ന ബാറ്ററി ഓൾറെഡി കംപ്ലൈൻറ്റാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്കിതും ഇരിക്കുന്നത് ഈ മോഡൽ ബാറ്ററിയാണ്. അതും നമുക്ക് ഇതുമേ നോക്കുമ്പോൾ 2023 ബാറ്ററി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മളതൊന്ന് കണക്ട് ചെയ്തിട്ട് ഈ മീറ്ററിനകത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയാനുള്ള വോൾട്ട് പോലും ബാറ്ററിക്ക് ഇല്ല. അതായത് ബാറ്ററി സ്റ്റിൽ ഡെഡായി പോയേക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലിയറായിട്ട് സെൽഫ് എടുക്കുന്നില്ല. അപ്പോൾ നമ്മളത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഈ ഭാഗം ഒന്ന് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ബെൻഡെക്സിൻ്റെ അവസ്ഥയ്ക്ക് തന്നെ ബെൻഡെക്സൊക്കെ ഫുള്ള് ഡാമേജ് ആയിരിക്കുക. അതായത് സ്പ്രിങ് അടക്കം പോയിട്ട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റക്കായ രീതിയിൽ വരും. തന്നെയല്ല ഇതിൻ്റെ ഈ ഉള്ളിൽ വരുന്നത് ഈ ബെൻഡെക്സ് വരുന്ന ഈ കപ്പിൻ്റെ ഇവിടുത്തെ ബുഷടക്കം ചാടി ഇളകി പോകുന്നേക്കണ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ നിൽക്കണേ. അപ്പോൾ നിലവിൽ ബാറ്ററി വെച്ച് സെൽഫ് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയോടൊപ്പം തന്നെ ഈ ഒരു യൂണിറ്റും കൂടി നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കപ്പും കൂടി വെച്ചാലാണ് നമുക്കത് സെൽഫിൻ്റെ കേസ് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. അപ്പം വേറൊരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ മോട്ടറൊക്കെ വർക്കിംഗ് ഉണ്ട്, മോട്ടർ വർക്ക് ആവണുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വെച്ച് ക്ലിയർ ചെയ്ത് ഇടണമായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം വെച്ചാൽ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോസിബിൾ അല്ല ഇപ്പോഴും. അപ്പോൾ ചെയ്യണതാണ് നല്ലത്. ഈ ബെൻഡെക്സ് യൂണിറ്റ് മാത്രം ഏകദേശം നമുക്കൊരു 1050 രൂപ നമുക്ക് ഇതിന് ചിലവ് തന്നെ ഉണ്ട്. ബാറ്ററിക്കും ഏകദേശം എനിക്കൊരു ആ മോഡലൊക്കെ ഒരു 1500 സംതിങ് ഒക്കെ എന്തോ തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ടോട്ടൽ നമുക്കിപ്പോൾ വരുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അതായത് നമുക്ക് പ്ലഗ് മാറണം, ബെൻഡെക്സ് മാറണം, ബെൻഡെക്സിൻ്റെ ഈ കപ്പ് മാറണം, ബാറ്ററി മാറ്റാനുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഈ ഗാർഡ് ലൂസായി നിൽക്കുന്നതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ കവറിൻ്റെ ലെഗൊക്കെ ഒടിഞ്ഞു പോയേക്കാം ഇവിടുത്തെ. അപ്പോൾ തൽക്കാലം പിടയ്ക്കാത്ത രീതിയിലേക്കുള്ളൊരു സെറ്റപ്പ് നമുക്ക് ചെയ്തിടാം. വൈസറിൻ്റെ കേസ് 100% നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വരുന്ന ഇവിടുത്തെ സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാണ്. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ വരുന്ന ഈ ഭാഗവും പൊട്ടിപ്പോയേക്കാം. അത് തൽക്കാലം എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഐറ്റം വരുത്തി നമ്മൾ മാറ്റി പുതിയത് വെക്കേണ്ടി വരും. ഈ ഐറ്റം വരുത്തിയിട്ട് പുതിയത് മാറ്റി വെച്ചാലാണ് 100% നമുക്ക് പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ.
ഇത് വലിയ പടപ്പില്ലാത്ത രീതിയിലേക്ക് ആക്കിയേക്കാം. പിന്നെ ഫ്രണ്ട് ടയർ വെട്ടി തേയ്യാൻ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ സാധാരണ രീതിയിൽ സ്കൂട്ടർ മോഡൽ ഏത് വണ്ടി നോക്കിയാലും നമുക്ക് അതിൻ്റെ ടയറിൻ്റെ വലത് സൈഡ്, ഈ സൈഡ് തേയ്മാനം നോർമൽ രീതിയിൽ കാണാറുണ്ട്. ഷോക്ക് അബ്സറിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ നോക്കി. നിലവിൽ ഷോക്ക് അബ്സർ വർക്ക് ചെയ്യണതിനൊന്നും വേറെ പ്രോബ്ലം കാണുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടയറിൻ്റെ പ്രോബ്ലം തന്നെയാണെന്ന് വേണം അനുമാനിക്കാനായിട്ട്. ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ ഏത് വണ്ടി നോക്കിയാലും അതിൻ്റെ വലതുവശം ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു തേയ്മാനം കൂടുതൽ കാണിക്കും എങ്ങനെയായാലും കേട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഉണ്ടാവും. നമ്മൾ പുതിയ ടയർ മാറ്റിയിട്ടാലും കുറേ കഴിഞ്ഞാൽ സൈഡ് വരും. ആ ഷോക്ക് അബ്സറിൻ്റെ ആക്ഷൻ വേരിയേഷൻ്റെ അല്ല. നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്ക് സസ്പെൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ഈ ഇടത് സൈഡിലാണ് നമുക്ക് അതിൻ്റെ ലോഡ് വരാം. അപ്പോൾ ഫ്രണ്ടിലേക്കായാലും ഈ സൈഡിലായതുകൊണ്ട് തന്നെ വലതുവശത്തേക്ക് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ കാണിക്കും എന്തായാലും. നമുക്കത് ഓടിക്കുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളൂ. അത് കൃത്യമായിട്ട് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഏത് സ്കൂട്ടർ മോഡൽ വണ്ടി എടുത്തോ ലെഫ്റ്റ് സൈഡിൽ ബാക്ക് ഷോക്ക് വരുന്ന വണ്ടികളിലേക്ക് വലതുവശം എന്തായാലും ചെറിയൊരു തേയ്മാനം ഉണ്ടാവും. പഴയ മോഡൽ ആക്റ്റീവ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ 10 ഇഞ്ച് വീലാണ്, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് 12 ഇഞ്ചാണ്. അത് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. അല്ലാത്തതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് നിറച്ച് നമുക്ക് പരമാവധി ഉപയോഗിക്കാം. ഇതിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, പരമാവധി ഉപയോഗിച്ച് തീർക്കുക. വേറെ ടെക്നിക്കലി വേറെ ഷോക്കപ്പുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഇല്ല, സസ്പെൻഷൻ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ പരമാവധി ഉപയോഗിച്ച് തീർക്കുക, അതിന് ശേഷം ടയർ മാറ്റാം. അപ്പോൾ നിലവിൽ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്, ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ ബെൻഡെക്സ് ഉൾപ്പെടുത്തുന്നുണ്ട്. ബെൻഡെക്സിൻ്റെ കപ്പുണ്ട്, പ്ലഗ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക.